ഭാരതത്തിന്റെ ജനാധിപത്യം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു സന്ധിയിലാണ് എത്തിനിൽക്കുന്നത്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയം മാറ്റമില്ലാത്ത ചില കണക്കുകളിലും വാഗ്ദാനങ്ങളിലും തളച്ചിടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിയപ്പെടുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ മാറ്റത്തിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കാനും അതോടൊപ്പം ഭാരതീയ സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ 33% അധികാരം ഉറപ്പാക്കുന്ന നാരി ശക്തി വന്ദൻ അഭിനിയം നടപ്പിലാക്കാനുമുള്ള നീക്കം ഒരു പുതിയ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് ഈ നീക്കം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും മതമൗലിക ഗ്രൂപ്പുകളും അവരെ താങ്ങി നടക്കുന്ന മാധ്യമങ്ങളും ഒന്നിച്ചു ചേർന്ന് ഇതിനെതിരെ നിലവിളിക്കുന്നത്? ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് എല്ലാ ദിവസവും പ്രസംഗിക്കുന്നവർ ഭരണഘടന വിഭാവനം ചെയ്ത സീറ്റ് പുനർനിർണയം എന്ന പ്രക്രിയ നടപ്പിലാക്കുമ്പോൾ എന്തിനാ ഭയപ്പെടുന്നത്? ഇതിന് പിന്നിലെ സത്യങ്ങൾ, അക്കമിട്ട് നിരത്തുന്ന കണക്കുകൾ, പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ്, ഇതെല്ലാം നമുക്ക് വിശദമായി ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഇത് നവഭാരതത്തിന്റെ ഉദയമാണ്. ഓരോ പൗരനും തുല്യനീതി ഉറപ്പാക്കുന്ന വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഭരണഘടനാപരമായ പശ്ചാത്തലമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ വിഭാവനം ചെയ്ത ജനാധിപത്യം എന്നത് ഒരാൾക്ക് ഒരു വോട്ട് ഒരു മൂല്യം എന്ന തത്വാധിഷ്ഠിതമാണ്. ഭരണഘടനയുടെ 82ാം അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ 82 കൃത്യമായി പറയുന്നുണ്ട്, ഓരോ സെൻസസ് കഴിയുമ്പോഴും രാജ്യത്തെ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികളും എണ്ണവും ജനസംഖ്യയ്ക്ക് അനുസൃതമായി പുനഃക്രമീകരിക്കണം എന്ന്. എന്തുകൊണ്ട് 543 എന്ന കണക്ക് അവസാനമായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടിയത്? അന്ന് നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ വെറും 55 കോടിയായിരുന്നു. ഇന്ന് നമ്മൾ 140 കോടി കടന്നു. 55 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന കാലത്തെ അതേ 543 ജനപ്രതിനിധികൾ തന്നെ മതി 140 കോടി ജനങ്ങൾ നയിക്കാൻ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ? കണക്കുകൾ സംസാരിക്കട്ടെ. 1951 ഏകദേശം 7.37 ലക്ഷം പേർക്ക് ഒരു MP എന്നതായിരുന്നു അനുപാതം. 2011 ഇത് 15.5 ലക്ഷമായി ഉയർന്നു. ഇന്ന് ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ ബീഹാറിലോ ഉള്ള ഒരു MP ഏകദേശം 20 മുതൽ 25 ലക്ഷം വരെ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതേസമയം കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇത് 12 മുതൽ 15 ലക്ഷം വരെയാണ്. അതായത് ഉത്തരേന്ത്യയിലെ ഒരു പൗരന് പാർലമെന്റിൽ ലഭിക്കുന്ന പ്രാതിനിധ്യത്തിന്റെ ഇരട്ടി പ്രാതിനിധ്യം ദക്ഷിണേന്ത്യയിലെ ഒരു പൗരന് ലഭിക്കുന്നു. ഇത് തുല്യനീതിയാണോ? അമേരിക്കയിൽ 7 ലക്ഷം പേർക്ക് ഒരു ജനപ്രതിനിധിയുണ്ട്. വികസന രാജ്യങ്ങളിലെല്ലാം ജനസംഖ്യക്ക് അനുസരിച്ച് പ്രതിനിധികളുടെ എണ്ണം കൃത്യമായി വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാർ ഇത് മരവിപ്പിച്ചു. പിന്നീട് 2001 വാജ്പേയി സർക്കാരും ഇത് 2026 വരെ നീട്ടി. ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കരുത് എന്നതായിരുന്നു അന്നത്തെ ന്യായം. പക്ഷേ അനന്തകാലം ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ജനാധിപത്യത്തെ മുരടിപ്പിക്കുകയേ ഉള്ളൂ. ആ മരവിപ്പാണ് മോദി സർക്കാർ ഇപ്പോൾ മാറ്റാൻ പോകുന്നത്. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയക്കാർ നെഞ്ചത്തടിച്ച് കരയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ജനസംഖ്യ നിയന്ത്രിച്ചതിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്നാണ് ഇവരുടെയൊക്കെ ചോദ്യം. എന്നാൽ ഇതേ രാഷ്ട്രീയക്കാർ കേരളത്തിനുള്ളിൽ മണ്ഡലം പുനർനിർണയം നടത്തിയപ്പോ എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. 2001 സെൻസസ് അടിസ്ഥാനമാക്കി 2008 കേരളത്തിലെ മണ്ഡലങ്ങൾ പുനഃക്രമീകരിച്ചു. അന്ന് എന്താ സംഭവിച്ചത്? ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധനവ് രേഖപ്പെടുത്തിയ മലപ്പുറം ജില്ലയിൽ നിയമസഭാ സീറ്റുകൾ 12 നിന്നും 16 ഉയർന്നത്. കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലും സീറ്റുകൾ കൂടി. നേരെ മറിച്ച് ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്ക് 2 സീറ്റുകൾ വീതം നഷ്ടപ്പെട്ടു. കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകൾക്കും സീറ്റുകൾ നഷ്ടമായി. അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളോ കോൺഗ്രസുകാരോ മുസ്ലിം ലീഗുകാരോ ഇത് അനീതിയാണ് എന്ന് പറഞ്ഞ് തെരുവിൽ ഇറങ്ങിയോ? ഇല്ല. കാരണം അന്ന് വടക്കൻ കേരളത്തിൽ സീറ്റുകൾ വർദ്ധിക്കുന്നത് മുസ്ലിം ലീഗിനും ഇടതുകക്ഷികൾക്കും രാഷ്ട്രീയമായി നേട്ടമായിരുന്നു. കേരളത്തിനുള്ളിൽ ജനസംഖ്യ കൂടുമ്പോൾ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് മഹത്തായ ജനാധിപത്യ പ്രക്രിയയും ദേശീയ തലത്തിൽ അത് നടപ്പിലാക്കുമ്പോൾ അത് ഉത്തരേന്ത്യൻ അധിനിവേശവും ആകുന്നത് എങ്ങനെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ജനസംഖ്യ വളരുന്ന നഗരങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ല. അവിടെ സീറ്റുകൾ കൂടുമ്പോൾ ആർപ്പ് വിളിക്കുന്നവർ ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകുന്നത് കാണുമ്പോൾ എന്തിനാ വിറയ്ക്കുന്നത്? ഇത് ശുദ്ധ ഇരട്ടത്താപ്പല്ലേ? ഈ നീക്കത്തോടൊപ്പം തന്നെ BJP സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ വിപ്ലവമാണ് വനിതാ സംവരണം എന്ന് പറയുന്നത്. 30 വർഷമായി വെറും വാഗ്ദാനമായി അവശേഷിപ്പിച്ചിരുന്ന വനിതാ സംവരണ ബിൽ നാരി ശക്തി വന്ദൻ അഭിനിയം എന്ന പേരിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ലോക്സഭയിലും നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെടുന്നതോടെ
ഇന്ത്യയുടെ നയരൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾ വരും. എന്നാൽ ഇതിനെ എതിർക്കുന്നവർ പറയുന്ന ഒരു ന്യായമുണ്ട്, മണ്ഡല പുനർനിർണയം കഴിയട്ടെ, ഇത് നടപ്പിലാക്കൂ എന്ന്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സീറ്റുകൾ 850 ഉയരുമ്പോൾ നിലവിലുള്ള പുരുഷ പ്രതിനിധികളുടെ സീറ്റുകൾ നഷ്ടപ്പെടാതെ തന്നെ സ്ത്രീകൾക്ക് വലിയ തോതിൽ കടന്നു വരാൻ സാധിക്കും. പ്രതിപക്ഷം ഈ ബില്ലിനെ പേടിക്കുന്നത് മറ്റൊന്നും കണ്ടല്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന വനിതാ വോട്ടർമാർ മോദി സർക്കാരിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ തിരിച്ചറിവ് അവരെ ഭയപ്പെടുത്തുകയാണ്. ഉജ്ജ്വല യോജനയിലൂടെ അടുക്കളയിൽ നിന്ന് പുക മാറ്റിയതും മുത്തലാഖ് നിരോധനത്തിലൂടെ മുസ്ലിം സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിച്ചതും ഇപ്പോ പാർലമെന്റിൽ ഇരിപ്പിടം ഉറപ്പാക്കിയതുമെല്ലാം BJP എന്ന പാർട്ടിയോടുള്ള സ്ത്രീകളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. ഈ ചരിത്രപരമായ മാറ്റത്തെ തകർക്കാൻ പ്രതിപക്ഷം ഉപയോഗിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നയമാണ് അല്ലെങ്കിൽ ആയുധമാണ് പ്രാദേശികവാദം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഉത്തരേന്ത്യക്കെതിരെ തിരിച്ചുവിടാനാണ് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഒരുപോലെ ഒറ്റക്കെട്ടായി നിന്ന് ശ്രമിക്കുന്നത്. അതെ, അവർ അവിടെ ഒറ്റക്കെട്ടാണല്ലോ, ഇവിടെയല്ലേ നാടകം. ദക്ഷിണേന്ത്യയിൽ കലാപം ഉണ്ടാകും, ഞങ്ങൾ ഇന്ത്യക്ക് നൽകുന്ന നികുതി ഉത്തരേന്ത്യ കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ വിഘടനവാദത്തിന്റേതാണ്. ഇന്ത്യ എന്നത് ഒരു വികാരമാണ്. UP-യിലെയും ബീഹാറിലെയും സാധാരണക്കാർ കഠിനാധ്വാനം ചെയ്താണ് ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നത്. ഗുജറാത്തും തമിഴ്നാടും കേരളവും ഒരുപോലെ വളരേണ്ടത് ഭാരതത്തിന്റെയാണ് ആവശ്യം. BJP സർക്കാർ ദക്ഷിണേന്ത്യയെ അവഗണിക്കുന്നു എന്ന വാദം എത്രത്തോളം പൊള്ളയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വന്ദേ ഭാരത് ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ച സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യ മുന്നിലാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെയും IT വിപ്ലവത്തിന്റെയും ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ബാംഗ്ലൂരും ഹൈദരാബാദും കൊച്ചിയുമാണ്. കൊച്ചി മെട്രോയ്ക്കും വിഴിഞ്ഞം തുറമുഖത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സഹായം മോദി സർക്കാർ ഉറപ്പാക്കി. രാഷ്ട്രീയ പ്രാതിനിധ്യം ജനസംഖ്യാടിസ്ഥാനത്തിൽ നൽകുമ്പോൾ അതൊരു സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനാണ്. ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യപരമായ പ്രാതിനിധ്യം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതായത് ഇതിനെതിരെ നിലവിളിക്കുന്നവർക്ക് സത്യത്തിൽ ജനങ്ങളോടല്ല സ്നേഹം, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം കുറയുമോ എന്നുള്ള പേടിയാണ്. കേരളത്തിലെ ഈ നിലവിളികൾക്ക് പിന്നിൽ കൃത്യമായൊരു മതരാഷ്ട്രീയ അജണ്ടയുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകൾ എന്നത് കേന്ദ്രത്തിൽ തൂക്കു മന്ത്രിസഭകൾ വരുമ്പോൾ വിലപേശാൻ ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു. 850 സീറ്റുകൾ വരുന്ന ലോക്സഭയിൽ കേരളത്തിലെ 20 സീറ്റുകൾക്കോ മുസ്ലിം ലീഗിന്റെ 2-3 സീറ്റുകൾക്കോ പഴയ പ്രസക്തി ഉണ്ടാകില്ല. എന്തായാലും മതമൗലികവാദികൾക്ക് കേന്ദ്ര സർക്കാരിനെ വിരട്ടാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് സമസ്തയെയും ലീഗിനെയും അസ്വസ്ഥരാക്കുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കൂടുമ്പോൾ അവിടെ BJP കൂടുതൽ കരുത്താർജിക്കും. ഇത് തടയുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനായി അവർ മെത്രാന്മാരെയും മറ്റ് സമുദായ നേതാക്കളെയും കൂട്ടുപിടിച്ച് ഒരു പൊതുവായ ഭീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഭാരതത്തിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അടങ്ങുന്ന സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്. അവർക്ക് വേണ്ടത് ഓരോ 10 ലക്ഷം പേർക്കും ഒരു ജനപ്രതിനിധി ഉണ്ടാവുക എന്നതാണ്. അത് ജാതിയോ മതമോ നോക്കിയല്ല, മറിച്ച് ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശമാണ്. മാറ്റങ്ങൾ എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്, അറിയാമല്ലോ. എന്നാൽ ആ വെല്ലുവിളികളെ ധീരമായി സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ ഡൽഹിയിലുള്ളത്. ലോക്സഭാ സീറ്റുകൾ 850 ഉയരുന്നത് വഴി ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ വിശാലമാകും. കൂടുതൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിലേക്ക് വരാനായി വഴി തുറക്കും. ഇരട്ടത്താപ്പ് കാണിക്കുന്ന രാഷ്ട്രീയക്കാർക്കും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കും ഇനി അധികകാലം സത്യം മൂടിവെക്കാൻ സാധിക്കില്ല. ഇന്ത്യ ഒന്നാണ്. ആ ഇന്ത്യയുടെ ഓരോ ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് തുല്യമായ നീതിയും പ്രാതിനിധ്യവും ലഭിക്കണം. അത് ഉറപ്പാക്കാൻ മോദി സർക്കാർ എടുത്ത ഈ തീരുമാനം ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടും. എന്തായാലും ഈ നീക്കത്തെ പിന്തുണയ്ക്കുക എന്നത് ഓരോ ദേശസ്നേഹിയുടെയും കടമയാണ്. ജനാധിപത്യത്തിന്റെ ഈ മഹോത്സവത്തിൽ നമുക്കും പങ്കാളികളാകാം. അനാവശ്യമായ ഭീതികൾ തള്ളിക്കളയാം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സത്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.